അതെ, ഇളം പച്ചയും കറുപ്പും. കുട്ടികൾ മാത്രമല്ല, കടമ്പനാട് വിവേകാനന്ദ LPSലെ അധ്യാപകരും യൂണിഫോമിലാണ്. ഞങ്ങളും നിങ്ങളുമെന്ന വേർതിരിവിന്റെ കാലം മായ്ച്ച് നമ്മൾ ഒന്നെന്ന സന്ദേശമാണ് കുട്ടികളേതിന് സമാനമായി യൂണിഫോം ധരിക്കാൻ അധ്യാപകർക്കും പ്രേരണയായത്. ടീച്ചർമാര് പണ്ട് യൂണിഫോം ഇടാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് പണ്ട് ഒത്തിരി കുശുമ്പായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കിട്ടോണ്ട് വന്നപ്പോഴേ സമാധാനമായത്. അധ്യാപകരിൽ ഒരാൾ തുടങ്ങിവെച്ച ശൈലിയാണ് ഇതര അധ്യാപകർ ഇക്കുറി പകർത്തിയത്. അനീഷ് കുമാർ 10 വർഷം മുൻപ് മുതലേ കുട്ടികളേതിന് സമാനമായി യൂണിഫോം ധരിച്ചെത്തുന്ന ആളാണ്. പിന്നെന്തിന് നമ്മൾ മാറി നിൽക്കണമെന്ന ചിന്തയിലായി മറ്റുള്ളവരും. അങ്ങനെയാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരേ യൂണിഫോമായത്. കുട്ടികൾ അധ്യാപകരെ നല്ലപോലെ നിരീക്ഷിക്കുന്നവരാണ്, അതും കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മളൊരു വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കും, സാറേ സൂപ്പറായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ലതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു തവണ ഇതുപോലെ ഇങ്ങനെ വന്നപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഇതുപോലെ സാറേ സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിതുപോലെ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് അവർ പറഞ്ഞത്, സാറേ ഞങ്ങളതിന് യൂണിഫോം അല്ലേ. അപ്പോൾ ആ ഒരു വാക്കാണ് നമുക്ക് ഈ ഒരു മാറ്റത്തിലേക്ക് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം. അധ്യാപകർ കൂടി ആലോചിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികൾ സമ്മതമറിയിച്ചു. ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് അധ്യാപകർ യൂണിഫോമിലെത്തുന്നത്. വൈകാതെ മറ്റ് 3 ദിവസങ്ങളിൽ കൂടി അവർ ഇതര നിറങ്ങൾ ഉപേക്ഷിക്കും. മാനേജ്മെൻ്റൊക്കെ നല്ല സപ്പോർട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിന്. എല്ലാ കുട്ടികളോടൊപ്പം തന്നെ ടീച്ചേഴ്സും നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പം അതനുസരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെ കുട്ടികൾ യൂണിഫോം ധരിച്ചെത്തണമെന്നതാണ് പൊതുനിർദ്ദേശം. വെള്ളിയാഴ്ച ഇഷ്ടവസ്ത്രം ധരിക്കുകയുമാകാം. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ യൂണിഫോമുള്ള ഒരു ജോലിയല്ല. മറ്റ് പല പ്രൊഫഷനിലും അങ്ങനെയാണെങ്കിൽ മാറ്റങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊക്കെ ഒരു പ്രയാസം തോന്നും. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളത്. എല്ലാവരും അത് ഉൾക്കൊണ്ടു, അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ. തുല്യത, അച്ചടക്കം, ഐക്യബോധം തുടങ്ങി നിരവധി ഗുണങ്ങളാണ് അധ്യാപകരും പങ്കുവയ്ക്കുന്നത്. അധ്യാപകരെ കുട്ടികൾ മാതൃകയാക്കണമെന്ന പൊതുചിന്ത കൂടി ഇവിടെ മാറ്റത്തിന് നിറം പകർന്നിട്ടുണ്ട്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. തത്സമയം CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ അധ്യാപക ദിനത്തിൽ ഇതിലേറെ മാതൃക എങ്ങനെയാണ് കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുക? നിങ്ങളിൽ ഒരാളാണ് ഞാനും എന്ന് വിളിച്ചു പറയുന്ന ഈ യൂണിഫോം സമ്പ്രദായം, ആ രീതി, അത് കൊള്ളാം, പൊളിച്ചു. ഈ അധ്യാപക ദിനത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിശേഷമായി തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇതിനു മുൻപ് മറ്റെവിടെയെങ്കിലും ഇത്ര വലിയ പ്രചാരണം അധ്യാപകർ യൂണിഫോം ധരിച്ച ഒരു സാഹചര്യത്തിന് ലഭ്യമായിട്ടുണ്ടോ എന്ന സംശയമാണ്. കാരണം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ യൂണിഫോം ധരിച്ചെത്തുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: കടമ്പനാട് വിവേകാനന്ദ LP സ്കൂളിലെ അധ്യാപകർ കൂടി യൂണിഫോം ധരിച്ചെത്തുകയാണ്. നിലവിൽ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് അവർ ഇത്തരത്തിൽ വരിക. വൈകാതെ കൂടുതൽ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടേതിന് സമാനമായി തന്നെ അധ്യാപകരും യൂണിഫോം ധരിച്ചു വരുമെന്ന്. 10,000-കണക്കിന് ആളുകളാണ് ആ ദൃശ്യങ്ങൾ കണ്ടത്. 100-കണക്കിന് ആളുകൾ പങ്കുവച്ചു. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളൊക്കെ തന്നെ പോസിറ്റീവാണ്. ചുരുക്കത്തിൽ സ്കൂളിൻ്റെ അന്തരീക്ഷം കൂടുതൽ സൗഹാർദ്ദപരവും ഒപ്പം തന്നെ പഠന അനുകൂലവുമാക്കുന്നതിന് കൂടി സാഹചര്യം വഴിവെക്കുമെന്നുള്ളതാണ് പൊതുവായ വിലയിരുത്തൽ. ഒരധ്യാപകൻ 10 വർഷം മുൻപ് അനീഷ് കുമാർ എന്നുള്ള അധ്യാപകൻ വിദ്യാർത്ഥികളുടേതിന് സമാനമായി യൂണിഫോം ധരിച്ചെത്തി. ഈ 10 വർഷ കാലയളവിനിടെ സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ നിറം പലകുറി മാറി. 3 തവണ മാറിയപ്പോഴും അധ്യാപകൻ തൻ്റെ വസ്ത്രധാരണ രീതിയിലും വലിയ മാറ്റം വരുത്തി. എന്നാൽ ഇക്കുറി ആ മാറ്റത്തിനനുസരിച്ച് ഒരു പുതിയ വഴിയിലേക്ക് മാറാൻ അധ്യാപകർ കൂടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ചുരുക്കത്തിൽ സമഭാവനയുടെ ഒരു നിറമാണ് അധ്യാപകർ. അതാണ് സമഭാവനയുടെ നിറം എല്ലാ സ്കൂളുകളിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശിക്കുകയാണ് ഈ